പാലക്കാടൊക്കെ ഇഞ്ചിപ്പുളി എന്നാണ് കേട്ടോ, പുളിയിഞ്ചിനെ പറയാം. പായസം വെക്കുന്നതിന് ഒരു കാരണമുണ്ട്, ഞാൻ പിന്നെ പറയാം. തിരുവോണ ദിവസം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂടാനിരുന്നു കേട്ടോ. അച്ഛനും മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം എണീറ്റ് പോയി. കുറച്ച് വലിയ വട്ടം ഇടണമെന്നായിരുന്നു ആഗ്രഹം, എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പെറ്റൽസ് വരച്ചത് 8 എണ്ണം വരയ്ക്കേണ്ട അവിടെ 7 എണ്ണം വരച്ചു പോയി. പിന്നെ വിചാരിച്ചു എനിക്ക് മാറ്റാൻ വയ്യ, ഇനിയും വരച്ച് ഇതെല്ലാം മാറ്റണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയില്ല. അപ്പോൾ 2 കളർ ഒരുമിച്ച് വന്നു. പിന്നെയും കൂടിത്തരാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരത് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ അവർ ചെയ്തു കേട്ടോ. മോളത് മോൻ കൊടുക്കാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് കുറച്ചുകൂടെ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സെക്ഷൻ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ പോകുമ്പോൾ അമ്മ ഇഞ്ചിപ്പുളി വെക്കുന്നുണ്ടായിരുന്നു. പാലക്കാടൊക്കെ ഇഞ്ചിപ്പുളി എന്നാണ് കേട്ടോ, പുളിയിഞ്ചിനെ പറയാം. അപ്പോൾ അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉഴുന്നിട്ടിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടു. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കണം. അതിനുശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അത് വഴറ്റി കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 കപ്പ് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് വഴറ്റണം കേട്ടോ. വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 15 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് അത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുക. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ അത് ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് കായവും ഉലുവയും കൂടെ വറുത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് ഒരു 2 ചെറിയ പീസ് കായം ഇട്ട് കൊടുക്കാം. കായം ഇട്ടിട്ട് അത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ കട്ട കായമാണെങ്കിലാണ് ഇത്രയും വേണ്ടത്, പൊടിയാണെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. എന്നിട്ട് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അതും വറുത്തെടുത്തിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. എന്നിട്ട് ഈ ചട്ടി ചെറുതായതുകൊണ്ട് അമ്മ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായി തിളപ്പിച്ച് കുറുക്കണം കേട്ടോ. ഇതുപോലെ കുറുകി വരണം. അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് പോരാ, 20 മിനിറ്റൊക്കെ വേണ്ടി വരും ഇതിങ്ങനെ ആയി വരാൻ. അപ്പോൾ ഇത് ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറെ പായസത്തിനും അവിയലും കൂട്ടുകറിക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും സഹായത്തിനുണ്ട്. ഞാൻ പൂടാൻ പോയപ്പോൾ ഏട്ടനാണ് അമ്മേനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ മാത്രമായിരുന്നു തനിച്ച്, ഞാൻ പൂടാൻ പോയപ്പോൾ അമ്മ മാത്രമാണ് അടുക്കളയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടനായിരുന്നു അമ്മേൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ പായസം വെക്കുന്നത് 2 പായസം ഉണ്ട്, ചെറുപയറും ഉണ്ട്, സദ്യപാലട ഡബിൾ ഹോസിൻ്റെ സദ്യപാലടൻ്റെ അതും ഉണ്ട്, അതും വെച്ചിട്ടുണ്ട്. മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്, പായസമായോ. ഇതിവനെ അതിലേക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുക കേട്ടോ. അതായിട്ടില്ല, പാല് തിളച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്നെയും പോയി. കൂടുതൽ കറികളും അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ 6 പേര് മാത്രമേ ഉള്ളൂ. വെറുതെ കുറേ ഉണ്ടാക്കിയിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്രത്തോളം ഒന്നും വെച്ചില്ല. ഇത് പായസം വെക്കുന്നതിന് ഒരു കാരണമുണ്ട്, ഇത്രയും പായസം വെക്കുന്നതിന് ഒരു കാരണമുണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് പായസമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ചെറുപയർ പായസം ആക്കുന്നുണ്ട്, ചെണ്ടമുറിയൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെല്ലാം പാത്രത്തിലേക്കാക്കി അയൽ വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്തു. കാരണം അവർ പെരുന്നാളിനൊക്കെ നമുക്ക് കൊണ്ടു തരുന്നതാണ്, അതൊരു സന്തോഷമല്ലേ. അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ പറയാമെന്ന്. അതുകൊണ്ടാണ് ഇത്രയും അധികം പായസം വെച്ചത്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ കൊടുത്തിട്ട് ആ പാത്രം ഒഴിച്ച് തിരിച്ച് മേടിച്ചിട്ട് അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുത്തു കേട്ടോ. കാരണം പാത്രത്തിൻ്റെ കുറേ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത്. ഭക്ഷണമൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. താഴെ ഇരുന്നിട്ടാണ് കഴിച്ചത്. കാരണം ടേബിളിൽ ഇരുന്ന് കഴിക്കേണ്ട, സദ്യയല്ലേ, താഴെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.